മോഹം പെയ്തു തുടങ്ങി നീതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി, ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ അറിയില്ലല്ലോ അറിയില്ലല്ലോ. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു. എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു. പുതുമണ്ണിൽ സ്വപ്നം പുൽക്കൊടികളായുണരും അവ പിന്നെ പൂക്കളങ്ങളാകും. വളർന്നേറും വനമാകും വളർന്നേറും വനമാകും. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. തിരവർഷമതം കൊണ്ടു വളർന്നു അടിത്തട്ടി പവിഴങ്ങൾ വിളഞ്ഞു. അലകടൽ തിരവർഷമതം കൊണ്ടു വളർന്നു അടിത്തട്ടി പവിഴങ്ങൾ വിളഞ്ഞു. പരിരംഭണത്തിന്റെ വിഭാവമെന്നും പകരുമി സാഗരത്തിൻ ഗാനം. നിത്യഗാനം മർത്യഗാനം നിത്യഗാനം മർത്യഗാനം. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആദ്യമുണർത്തി ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ അറിയില്ലല്ലോ അറിയില്ലല്ലോ. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി നീതിന് കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം.
പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അതൊന്നും വെറുതെ ഒരു മൂഡിലങ്ങ് പറഞ്ഞല്ല, അറിയാലോ. ഞാനിപ്പോ വരാട്ടോ, എങ്ങും പോണില്ല. മാഷെ, അതിനിപ്പോ ചാടിക്കേറി അങ്ങനെ തീരുമാനം എടുക്കണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. കുറെ ദിവസത്തേക്ക് മാഷ് മാത്രമേ അവളെ കാണുന്നുള്ളൂ. കുറെ ദിവസത്തേക്കല്ല തങ്ങളെ, ഇനിയെന്നും. ആദ്യമായിട്ട് ഒരു പെണ്ണോട് ഇഷ്ടം തോന്നി, അതങ്ങനെ ആ വഴിക്ക് പോയി. ആദ്യമായിട്ട് ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടു, അവളും പോയാൽ ഞാൻ പിന്നെ ഐ വിൽ റൂയിൻ മൈസെൽഫ്. നിങ്ങൾക്കൊക്കെ അറിയുന്നതിനേക്കാൾ എനിക്കറിയാം എന്നെ. തങ്ങളെ ഞാൻ തങ്ങളായിട്ടല്ല കാണുന്നത്, എന്റെ ഒരു ചേട്ടനെ പോലെ. തങ്ങളിതിൽ ബിസിനസ് വിചാരിക്കരുത്. എന്ത് നഷ്ടം ഉണ്ടായാലും അത് ഞാൻ നികത്താം. ആ കുട്ടി മണ്ണാറത്തുടയിലേക്ക് വരും. തങ്ങളായിട്ട് അതാ മറ്റേ സ്ത്രീയായി സംസാരിച്ചിട്ട് എന്താ വേണ്ടച്ചാ ചെയ്തു തരണം. ഒരേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് തങ്ങൾ അവളുടെ കൈ പിടിച്ച് എന്റെ കൈ വെച്ച് തരണം. എന്താ എന്റെപ്പാ? ഹോട്ടലിൽ നിന്ന് ഒരു ചെക്കൻ വന്ന് പറഞ്ഞു ഉടനെ ഇങ്ങോട്ട് ചെല്ലണമെന്ന്. റെയ്ഡാണോ? റെയ്ഡല്ല, വേറെ എന്തോ കുഴപ്പം. ആ സ്ത്രീ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നീ ടാക്സിയിലല്ലേ വന്നത്? ആ. മാഷ് വരണമെന്നില്ല? ഇല്ല, ഞാൻ കൂടെ വരാം. അയ്യോ, എന്റെ കുഞ്ഞു പോയി. എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞ്. നിങ്ങൾ കിടന്ന് ഒച്ച വയ്ക്കാതെ പെണ്ണും പിള്ളേ. അയ്യോ, എന്റെ കുഞ്ഞ് എവിടെ പോയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ആർക്കറിയാം. ഞാൻ വന്ന് നോക്കുമ്പോ അവളിവിടെ ഇല്ല. ഇങ്ങനെ പറയുന്ന സ്വല്പം മുമ്പേ എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്ന്. ഞാൻ എന്റെ മോളെ ഇന്നലെ കണ്ടതാണേ. പിന്നെ കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്റെ കുഞ്ഞിനെ കൊണ്ട് തരേണ്ടത്. നിങ്ങൾ എന്നാണ് എന്റെ പെണ്ണിനെ ഏൽപ്പിച്ചത്. ഒച്ച വെക്കരുത്. ഞാൻ ഒച്ച വയ്ക്കും. പോലീസ് വരട്ടെ. എനിക്കറിയണം എന്റെ കുഞ്ഞിനെ എങ്ങോട്ട് മാറ്റിയെന്ന്. മിണ്ടരുതെന്ന് പറഞ്ഞ മിണ്ടരുത്. എന്താ ദാമോദര ശരിക്കും ഉണ്ടായത്? ആ പെണ്ണ് സ്ഥലം വിട്ട് കളഞ്ഞാ തങ്ങളെ. നിങ്ങൾ കണ്ടോ പോണത്? കണ്ടു, അതല്ലേ കൗണ്ടറിന്റെ മുന്നിൽ കൂടെ ഗമയില്. സാറ് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അവളും പോയി. ഞങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ എന്തോ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും. എങ്ങോട്ടായിരിക്കും അവള് പോയിരിക്കുക? അവളിപ്പോ എവിടെയും എത്തിക്കാണും. പോണതിന് മുമ്പ് കൗണ്ടറിൽ വിളിച്ച് ട്രെയിന്റെ സമയം ചോദിച്ചു. അത് മാനേജർ പറഞ്ഞു. എപ്പോഴാ ട്രെയിന്റെ ടൈം? ട്രെയിനൊക്കെ രാവിലെ പോയില്ലേ. അവൾ ഇറങ്ങുന്ന വണ്ടിയുടെ ടൈമിനാ. നിങ്ങൾ ഈ പറയുന്ന നേരാണോ? ഏത് കോടതിയിൽ വേണേലും ഞാൻ വന്ന് പറയാം. എന്താ പോരെ ചേട്ടത്തേക്ക്? അവൾക്ക് ജീവൻ അപകടമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നേ. എന്റെ പിതാവേ. നിങ്ങളിങ്ങ് വാ, പറയട്ടെ. റെയിൽവേ സ്റ്റേഷനിൽ പോയി തപ്പിയാലോ? തപ്പിക്കോ, വിശേഷമൊന്നും ഉണ്ടാവും തോന്നില്ല. ആ പെൺകുട്ടി കള്ളിയാ, എനിക്കത് ആദ്യമേ തോന്നിയത്.
എന്നിട്ട് അവൻ എന്റെ അടുത്ത് ഇങ്ങനൊരു സംഗതി ഉണ്ടായതിനെ പറ്റി ഒരക്ഷരം മിണ്ടണമല്ലോ. മൂപ്പരാകെ ചളിച്ചിട്ടുണ്ടാവേ. അന്ന് അവൻ എന്നോടൊന്ന് പറയണ്ടായി രാധ ഇഷ്ടായിന്ന്. എന്നുവെച്ച് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കളയുന്ന ആര് കരുതി? പ്രാന്തൻ എന്നോട് പറഞ്ഞപ്പോരായിരുന്നോ? പിന്നീട് കക്ഷി രാധയെപ്പറ്റി എപ്പോഴെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ, അവനായി അവന്റെ പാടായി. കൃഷിയും തേങ്ങയും വെള്ളം തേവലും കൂലിയും പിശുക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗുരുവായി പോക്കും. അവൻ അപ്പോഴും ആ കഥ മറന്നു കാണും. എന്നാൽ ഇവിടെ ഒരാളുടെ കാര്യം നേരെ മറിച്ചാ. രാധയുടെയോ? ആ, മൂപ്പരെ പറ്റി അവൾ എന്തൊക്കെയോ ധരിച്ചു വെച്ചിരുന്നു. എന്താന്നിപ്പോ അവൾക്ക് തന്നെ അറിയൂ. ഈ സംഭവത്തിന് ശേഷം ഞാനും മാധവേട്ടനും ജയേഷിനെ പറ്റി അവളോട് കുറെ പറഞ്ഞു കൊടുത്തു. ഏതായാലും പെണ്ണിനിപ്പോ ആകെ ഒരു മനസ്താപ. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല. ഇന്നിവിടെ വന്നാ സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അവള്. വരാഞ്ഞപ്പോ ആകെ വിഷമായി കാണും. ഇതെന്താ ഞാനിപ്പോ പറയാ? മാലിൻ ചേച്ചി ഒരു കാര്യം ചെയ്യ, മൂപ്പരോട് വിവരം പറഞ്ഞിട്ട് ജാതകം ഒന്ന് കൊടുത്തേക്ക്. ജാതകം ചേർന്ന ബാക്കി ഞാനേറ്റു. ഭാസ്കരൻ മാമ അക്കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കും. അറിയാലോ കക്ഷിയെ, അതുകൊണ്ടാ. അങ്ങനെ ഇപ്പൊ കൊടുത്തയക്കാനുള്ളതല്ല എന്റെ ജാതകം. അങ്ങനെ നോക്കിയിട്ട് എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഡാ, ഇത് എല്ലായിടത്തും ഉള്ളൊരു ചടങ്ങല്ലേ? അവര് നോക്കട്ടെ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇങ്ങോട്ട് വാങ്ങിപ്പിച്ച് നമുക്ക് ഇവിടെ നോക്കിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ജാതകം നോക്കാതെ അവൾക്ക് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാ മതി എന്ന് ഞാനാ പറഞ്ഞത്. അവളോട് നിങ്ങളെന്ന് പറയും. അവൾ ആരാന്ന് വിചാരിച്ചേ? വേണ്ടാത്തൊക്കെ കാണിച്ചു വെച്ചിട്ടു. താനിത് എന്ത് പണിയാൻ ഇഷ്ട കാണിച്ചു കൂട്ടണേ? അന്ന് അവൾക്ക് ഇഷ്ടമല്ല എന്ന് കേട്ട ഉടനെ നാരങ്ങാവെള്ളം കുടിക്കാൻ തുടങ്ങിയത് ഞാനും ഇപ്പോൾ ഉള്ളപ്പോഴാ. അന്നത്തെ വിഷമം ഞാൻ കണ്ടോ? എന്നിട്ടിപ്പോ അവൾക്ക് ഇഷ്ടമാണെന്നറിയുമ്പോ പിന്നെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ തുടങ്ങാന്ന് വെച്ചാ തനിക്ക് എന്തിന്റെ കുഴപ്പാ? കുഴപ്പത്തിന്റെ ഒന്നല്ല ഋഷി. ആദ്യമായിട്ട് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുക, അതവളോട് പറയുക, അവളതിന് യെസ് എന്നോ നോ എന്നോ തിരിച്ചേരുക, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള തന്നെയാ. എനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷെ അതൊക്കെ ഒരു 10-20 വയസ്സിന് മുമ്പായിരിക്കണം. എനിക്കതൊക്കെ അന്നത്തെ നഷ്ടങ്ങളാ. ജസ്റ്റിസ് തമ്പുരാന്റെ മകന് തമ്പുരാൻ തീപ്പെടുന്നവരെ ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലായിരുന്നല്ലോ. കൂട്ടത്തിൽ ഇതിനുമൊക്കെ. നമ്മക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയാന്ന് വെച്ചാ, ഇപ്പൊ അവൾ അങ്ങനെ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? വേണ്ട ഋഷി, ഇപ്പൊ അവൾ എന്റെ മനസ്സിലേ ഇല്ല. വീണ്ടും ഒരിക്കൽ ജാതകത്ത് നോക്കാനും ചേരുന്നില്ലെങ്കിൽ വീണ്ടും ഒരു മനപ്രയാസത്തിനും. എന്തിനാ വീണ്ടും ഒരു സ്വൈരക്കേട്? ഞാനാ ഇപ്പൊ ഇതീ കുടുങ്ങിയത്. അവള് പറയുന്നത് അവൾക്കും ജാതകം നോക്കണ്ടെന്നാ. ആ വിവരം ജയേഷിനോട് പറയുന്ന ജോലി മാധവേട്ടനെ ഏൽപ്പിക്കണമെന്നാ. അപ്പൊ ശരിക്കും കുടുങ്ങിയിരിക്കുന്നത് നീയല്ല, ഞാനാ. ഇതെന്താ ഇവൾക്ക് ഇപ്പൊ ഇങ്ങനൊരു വാശി വരാൻ? പ്രധാന കാരണക്കാരൻ മാധവേട്ടൻ തന്നെയാ. നോക്കണ്ട, മാധവേട്ടൻ തന്നെ അയാളെപ്പറ്റി അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തോ ആക്കി വെച്ചത്. ഞാൻ എന്ത് പറഞ്ഞു? അയാൾക്ക് ഈ ടൗണിൽ അയാളുടേതായ ഒരു അണ്ടർവേൾഡ് ഉണ്ട്. അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. അതെ, ഞാൻ എങ്ങനെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ പ്രതീക്ഷിച്ചു? അവളും പ്രൊവക്കേഷൻ ഒന്നും ഇല്ലെന്ന് കണ്ടപ്പോ മുതല് അവള് ജയകൃഷ്ണനെ പറ്റി തിരക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിനിടയിലും കോളേജിലെ പഴയ സ്റ്റാഫിനോടും പിന്നെ ഈ എന്നോടും. ആ ബസ് ഓണർ ബാബുവിന്റെ നീസൊക്കെ അവളുടെ ക്ലാസ്സിലാണേ. തിരക്കി ചെന്നപ്പോ ഒരുപിടി കഥകള്, അങ്ങോരുടെ നൈറ്റ് ട്രിപ്പുകള്, ഗുരുവായൂർ പോക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടല്, ധാരാളിത്തം, മറ്റുള്ളവരെ വട്ടത്തിലാക്കല്. അതും അവള് കണ്ട മുഖമായിട്ട് ഒരു പൊരുത്തമില്ലെന്ന് കണ്ടപ്പോ മുതല് പെണ്ണിന് ക്യൂരിയോസിറ്റിയായി. അവള് പറയണത് ഇത് രണ്ടും അല്ലാത്തൊരു മുഖം ജയകൃഷ്ണൻ ഉണ്ടാവുന്ന. ഇത് എന്താ ഈ കുട്ടിക്ക്? ജാതകം നോക്കാതെ ചെല്ലാൻ തയ്യാറുണ്ടെങ്കിൽ ചെന്നാ മതിയെന്ന് ജയകൃഷ്ണൻ പറഞ്ഞയച്ചില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് മൂപ്പത്തി ഇപ്പൊ അങ്ങോരെ കുറിച്ച് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹീറോ ഇമേജിന് പാകം. അല്ല, ഇനിയിപ്പൊ അങ്ങോരും ഒക്കെ പറഞ്ഞാലും അച്ഛനെ ഇതെങ്ങനെയൊന്ന് കൺവിൻസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. പരിചയത്തിലോ കേട്ടറിവിലോ എവിടെയെങ്കിലും ഒരു കല്യാണം നടന്നാൽ രഹസ്യമായിട്ട് ജാതകം ഒത്തുനോക്കുന്ന ടൈപ്പാ അച്ഛൻ. ഞാനത് അവളോട് പറഞ്ഞു. പക്ഷെ ആ കുട്ടിക്കിപ്പോ അതൊന്നും തലേ കയറുന്ന മട്ടല്ല. അല്ല മാധവ, അന്നെന്തോ ഒരു മൂഡില് കോളേജിൽ നിന്ന് കയറി ഒരു വിഡ്ഢിവേഷം കെട്ടിയെന്ന് വെച്ചിട്ട്. അത് താൻ എന്റെ അടുത്ത് പറയണ്ട. തന്നെ ഞാൻ കോളേജിൽ നിന്നേ കാണുന്നതാ. ഒരുപാട് കളികളിൽ ചുറ്റപ്പെടഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയോടുള്ള തന്റെ ആദ്യത്തെ അപ്രോച്ച് ആയിരിക്കുമെന്ന് എനിക്കുറപ്പാ. അത് ഞാൻ രാധയോടും പറഞ്ഞു. പക്ഷേ അന്നത് ചോദിക്കുമ്പോഴുള്ള എന്റെ മൂഡും ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയും. താനൊരു കാര്യം ചെയ്യേ, നേരിട്ട് അവളെ വിളിച്ച് സംസാരിക്കുക.
അതാവില്ലേ നല്ലത്, എന്നെ ഇതിന്റെ ഇടയിലിട്ട് ചുറ്റി കളിപ്പിക്കുന്നതിനേക്കാൾ. തനിക്ക് വീട്ടിൽ വന്ന ആളെ വിളിച്ച് സംസാരിക്കാലോ. അയ്യോ ഞാനില്ല, ഇത്രയൊക്കെ സ്ഥിതിക്ക് അതിന് ആലോചിക്കാനേ പറ്റില്ല. പിന്നെ ഇപ്പൊ എവിടെയാ? ആ, എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അവള് വടക്കുന്നാഥന്റെ അമ്പലത്തിൽ തൊഴാൻ പോകും. ആദ്യകാലത്ത് ഒരു ദിവസത്തേക്ക് ഒരു ഇത്തിരി ഭക്തിയൊക്കെ ആയിക്കോട്ടോ. അന്ന് കോളേജിൽ വന്ന് അങ്ങനെയൊക്കെ പെരുമാറുമ്പോ അങ്ങേ അറ്റത്തെ സെൻസാറ്റ് കൂടിയാ ഞാനത് ചെയ്തത്. വെറുതെ ഒരു അമ്പരപ്പ് വന്നിട്ട് കുട്ടിയുടെ ജീവിതത്തിലേക്ക് കയറാമെന്നോ മറ്റോ ഒരു കുസൃതി തോന്നിയതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ആയിരുന്നേ ഉള്ളൂ. അതിനെന്താ, അതന്നെ എനിക്ക് ഇഷ്ടായത് ഇപ്പൊ ഓർക്കുമ്പോ. പക്ഷേ അന്ന് എനിക്കത് ചോദിക്കാനുള്ള അർഹതയുണ്ടായിരുന്നു. സമ്മതമാണെന്ന് മറ്റോ സൂചന തോന്നുന്ന തരത്തിൽ ഒന്ന് മൂളിയിരുന്നെങ്കിൽ അന്നേരത്തെ ആ പ്രാന്തിന് ചിലപ്പോ നേരെ വിളിച്ചുകൊണ്ടുപോയി മാലേഡിയിലും റേസ് ട്രാക്കിലും പോലും കഴിച്ചു കളഞ്ഞേനെ. അന്ന് ഐ വാസ് ടോട്ടലി ഫ്രീ, ഐ വാസ് പ്രിപ്പയർഡ്. എന്റെ മനസ്സിലാകെ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നേരത്ത്. ഇന്നിപ്പോ അങ്ങനെയല്ല. വേറൊരു സ്വൈരക്കേടിനെ പറ്റി അന്നെന്നോട് രാധ പറയുണ്ടായില്ലേ? കുട്ടിയുടെ നാവുമ്മല് വെള്ളി. അങ്ങനെ തന്നെ സംഭവിച്ചു. ആരാന്ന് ചോദിച്ചാൽ എവിടുന്നോ വന്ന് എങ്ങോട്ടോ പോയ ഒരു പെൺകുട്ടി. എങ്ങോട്ടാ പോയെന്നും അറിയില്ല. ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെയങ്ങ് പോയിക്കോട്ടെ. അങ്ങനെയല്ല കുട്ടി. ഞാനായിട്ട് അവൾക്ക് എന്റെ ഈ കൈ കൊണ്ട് കത്തെഴുതി അയച്ചിട്ട് അവൾ ഈ ടൗണിൽ വരികയായിരുന്നു. എന്നിട്ട് ഞാനായിട്ട് അവളെ സ്പോയിൽ ചെയ്തു. തെറ്റിലേക്കുള്ള ഒരു വഴിക്ക് തുടക്കം കുറിച്ചു കൊടുത്തു. കൂട്ടത്തിൽ എന്റെ എല്ലാ കൊച്ചുവാശികളും കാറ്റിപ്പറത്തിക്കൊണ്ട്. ഞങ്ങൾ തമ്മിൽ എവിടെയോ വെച്ച് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞവരാണെന്ന് എനിക്ക് വെറുതെ തോന്നുക. ഏതോ ജന്മത്ത്. അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്ത ഒന്ന് അവൾക്ക് എങ്ങനെയാ സാധിക്കുക? എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. ബിയാട്രിസ് പിന്നെ എങ്ങനെ പോയി? അവരെ തങ്ങളും ആൻഡപ്പനും കൂടെ കുറച്ച് കാശും കൊടുത്ത് പറഞ്ഞയച്ചു. അവര് നാട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ക്ലാര മടത്തി ചേർന്നെന്ന്. അന്ന് തിരിച്ചു ചെല്ലുമ്പോ ക്ലാര സമ്മതിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മധ്യസ്ഥതയിൽ ആ മാരേജ് നടക്കുമായിരുന്നോ? ദോ ആ കത്തി നിൽക്കുന്നവൻ സൂര്യനാണെങ്കിൽ ആ വിവാഹം നടന്നേനെ. പിന്നെ എന്തിനേ ആ കുട്ടി പോയിക്കളഞ്ഞത്? പാവം. പക്ഷെ രാധയ്ക്കും എന്നെ ആദ്യം മനസ്സിലായില്ലല്ലോ. അഗ്രീഡ്. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്ത ഇടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോ അവൾ ഓടിപ്പോയത് എന്റെ അടുത്തു നിന്നല്ല, അവളുടെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന്, ആ സ്ത്രീന്ന്, തങ്ങളിന്റെ ക്ലച്ചസിന്ന്. അതൊക്കെ അവളുടെ രക്ഷപ്പെടൽ തന്നെ, ബ്രില്യൻസ് തന്നെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ക്ലാര ഇനിയും വരുന്ന് എനിക്ക് വെറുതെ തോന്നുക, എന്നെ അന്വേഷിച്ച്. എന്താ അങ്ങനെ തോന്നാൻ? എന്തോ എനിക്കങ്ങനെ ഒരു തോന്നൽ. എന്റെ ഈ മാതിരി തോന്നലുകൾ തെറ്റാറില്ല. വരികയാണെങ്കിലല്ലേ? വരുന്ന എനിക്ക് തോന്നണില്ല. വന്നാൽ എനിക്ക് തന്നെ ഉറപ്പില്ല എന്നെ കുറിച്ച്. പക്ഷെ ഇനി കാണുമ്പോ ക്ലാര ജയേട്ടൻ ഇപ്പൊ ഈ കണ്ട ക്ലാര ആയിരിക്കില്ല. ഒരിക്കലും ആവില്ല, അതെനിക്കറിയാം. അത് മനസ്സിലുറച്ചു കഴിഞ്ഞാ ജയേട്ടൻ പിന്നെ ക്ലാരെ കാണില്ല, കാണാൻ പോവില്ല. നേരോ? അങ്ങനെയാവുള്ളൂ, നോയിക്കോ.
എനിക്കറിയാം എന്നെ എന്തിനാണ് ആ കായലോരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്റെ വേനംകുട്ടി, ഈ വിദ്യ എന്റെ അടുത്ത് ഉണ്ട് കേട്ടോ, അത് വേറെ ആളോട്. താനിങ്ങനെ കിടന്ന് ഒച്ചവെക്കണം എന്തിനാ? തന്നോട് ആ സ്ഥലം ഒന്ന് നോക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കത് വേണമെങ്കിലല്ലേ ഞാൻ ഒന്ന് നോക്കണ്ടോ? അതൊന്ന് കണ്ടല്ലേ അറിയോ വേണോ വേണ്ടെന്ന്. നിങ്ങൾ പോയി നോക്കി, ഇഷ്ടയച്ച മാത്രം തുണ്ട് പറയുമ്പോ കാണണ്ട, അത് കാണാൻ വേണ്ടി എനിക്ക് ഇഷ്ടമില്ല. എന്താ, വെള്ളം പൊങ്ങുമ്പോ ഞാനും എന്റെ കുട്ടികളും കായലിൽ മുങ്ങിച്ചത്തോട്ടെന്നാണോ? അതിപ്പോ നടക്കില്ല. താനും എന്തൊക്കെ മനുഷ്യൻ എന്റെ രാമനുണ്ണിയാരെ. ദേഹോദ്രോൽപ്പിക്കാനുള്ള ഭാവം താനിത് എന്നെ ഇവിടുന്ന് ഓടിച്ചു കളയാമോ, അങ്ങനെ ഇല്ലായ്മ ചെയ്ത് കളയാമോ ആർക്കെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ആ മോഹം മോഹമായിട്ടിരിക്കുള്ളൂ. എന്താ അവിടെ മതി? ഒന്നുമില്ല ചേച്ചി, ഞാനിങ്ങനെ ആ കായലെടുത്തുള്ള സ്ഥലവും നോക്കി വരാൻ പറഞ്ഞേനാ. എന്തിനാ സ്ഥലം നോക്കണേ? ഞാൻ എന്റെ സർവേരാ നാട്ടിൽ കണ്ട സ്ഥലമൊക്കെ അടുത്ത് കാണാൻ. സർവരായിട്ടൊന്നുമല്ല, തനിക്ക് ആ സ്ഥലം പിടിച്ചാൽ തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ. അത് തന്നെ ഞാൻ പറഞ്ഞേ, എനിക്ക് പൊടുന്ന് കെട്ടിയെടുക്കാൻ മനസ്സില്ലാന്ന്. പാവപ്പെട്ടവരാണെന്ന് വെച്ചിട്ട് ആർക്കും എന്തു ആയാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണേ. പട്ടാ പകല് പിടിച്ച് കായലിൽ തള്ളാൻ വരുമെന്ന് വെച്ചാൽ പിന്നെ എന്തായി നാട്ടിൽ ഒച്ച വെച്ച നായ കായലല്ല തൂക്കി ഞാൻ കടലെറി. എവിടെ എവിടെ വാക്കത്തി എവിടെ? എന്താ നിനക്ക് അവരോട് സംസാരിക്കാൻ പോണ്ട കാര്യം? അരിഞ്ഞല്ലാത്തന്നെ ഇവിടെ ഇങ്ങടെ ഈ സെറ്റപ്പിൽ നിർത്തിയിട്ട് ഞാൻ അരിഞ്ഞിടും. മണ്ണാർത്തോടിലേക്ക് കാവലായിട്ട് 5-6 പ്രേതങ്ങൾ കിടക്കട്ടെ. താങ്കൾ തൊള്ളോ ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പിടിക്കും. നിങ്ങൾ അരിഞ്ഞു തള്ളി ഇവിടെ ഈ മണ്ണിൽ കൂര കെട്ടി ഇത്രയും കാലം ജീവിച്ചു. ഇനി ഈ മണ്ണ് വിട്ട് മറ്റൊരു മണ്ണിൽ കൂട് കെട്ടാ എന്നെ കിട്ടില്ല. അതിന് മേനാൻകുട്ടി കൂട്ടിയാ കൂടുതൽ കിട്ടാ.